പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് +1 ഹ്യൂമാനിറ്റീസിലെ ബേസിക് ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അതിന്റെ ബാക്കി അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ കുറച്ച് ഫാക്ടേഴ്സുകൾ പറഞ്ഞു. അതിന്റെ പിന്തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത പാർട്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് കേട്ടിട്ടുണ്ട്, പ്രവർത്തനങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തികേതര ഇടപാടുകളും, അതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികേതര ഇടപാടുകൾ. ഈ സാമ്പത്തിക ഇടപാടുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എന്താണ് സാമ്പത്തിക ഇടപാട്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, അതിലെന്താണ് മോണിറ്ററി ഗെയിൻ എന്ന് വെച്ചാൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തൊരു പേയ്മെന്റിന് വേണ്ടി മോണിറ്ററി ഗെയിൻ ഓർ എന്താണ് അത് കണക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടുന്നുണ്ട്, അത് കണക്ക് ഏൺ ഇൻകം വരുമാനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വരുമാനമോ അല്ലെങ്കിൽ മോണിറ്റർ ആയിട്ട് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വരുമാനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണത്തിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് സാമ്പത്തിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യമാണ്. അതേസമയം സാമ്പത്തികമില്ലാതെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോ നോബൽ കേസസ്, ജീവകാരുണ്യ പ്രവർത്തനപരമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, പണം കൈപ്പറ്റാറില്ല, പണത്തിനൊരു ട്രാൻസ്ഫർ നടക്കുന്നില്ല. ജീവകാരുണ്യ പ്രവർത്തനപരമായി നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. നോബൽ കേസിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അതെന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ, സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തികേതര ഇടപാടുകൾ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കണം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ സാമ്പത്തികപരമായ ഇടപാടുകൾ നടക്കുന്നത് കൊണ്ട് അതിന് എന്ത് ചെയ്യുന്നു, സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ സാമ്പത്തികേതര ഇടപാട് അവിടെ സാമ്പത്തികമായ ഒന്നും നടക്കുന്നില്ല, പക്ഷെ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതാണ് സാമ്പത്തികേതര ഇടപാടുകൾ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളുകൾ ചോദിക്കുക. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2-3 എക്സാമ്പിൾ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷൻ നിർമ്മാണം. നമ്മൾ എന്താണ് ഏതൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ട്, അതിനെന്താണ് കുറച്ച് നിർമ്മാണ പ്രക്രിയകളുണ്ട്. ഈ നിർമ്മാണ പ്രക്രിയകളെല്ലാം ചേർന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരണം. എന്ത് ചെയ്യണം, എമൗണ്ട് ജനറേറ്റ്. നമ്മൾ പ്രൊഡ്യൂസർ പറഞ്ഞ സമയത്ത് പറഞ്ഞ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ത് ചെയ്യണം, ഇൻകം നമുക്ക് കിട്ടണം. അതേസമയം എന്ത് ചെയ്യണം, സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ ആ ആവശ്യം നിറവേറ്റിയിരിക്കണം അവരുടെ. എന്ന് വെച്ചാൽ പീപ്പിളിന്റെ ആണോ സൊസൈറ്റിയുടെ ആണോ ആരുടെ ആണെങ്കിലും അവരുടെ ആവശ്യം നമ്മൾ നിറവേറ്റിയിരിക്കണം. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന ഓരോ ആക്ടിവിറ്റിയും എന്തെന്ന് പറയാം, പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഓരോ ആക്ടിവിറ്റിയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലെ കംപ്ലീറ്റ് പ്രോസസ്സിനെ അല്ലെങ്കിൽ എല്ലാ ക്രിയകളെയും എല്ലാ വസ്തുതകളെയും വിളിക്കുന്ന പേരാണ്, ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ എന്തെന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ്. അടുത്ത രണ്ടാമത്തേത് എന്ന് പറയുന്ന കൺസെപ്ഷൻ ആണ്. ഈ കൺസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, അതിനെ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, കൺസെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഉപയോഗം എന്നാണ് കൺസെപ്ഷന്റെ മീനിങ്. എന്ന് വെച്ചാൽ ഉപയോഗം എന്നാണ്. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് വേണ്ട വാണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ എത്രമാത്രം കൺസെപ്ഷൻ നടത്തണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആ കൺസെപ്ഷൻ എന്താണ്, ഒരു സാമ്പത്തിക ഇടപാടാണ്. അതേസമയം വീട്ടിലിപ്പം വൈദ്യുതി അല്ലെങ്കിൽ വീട്ടിലൊരു മാസത്തെ കണക്ക് അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ ഓരോന്നിനും എത്രമാത്രം ഉപയോഗിക്കണം, കൺസെപ്ഷൻ നടത്തണം എന്നുള്ളത് ഒരു സാമ്പത്തിക ഇടപാടാണ്. സ്റ്റാറ്റിക്സിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ സാമ്പത്തികത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഓരോന്നിനും എത്ര രൂപ വെച്ച് യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളത് കൺസെപ്ഷൻ. അടുത്ത ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിതരണം എന്നാണ്. വിതരണത്തിന് ഡിസ്ട്രിബ്യൂഷന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെപ്പുകളുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സിനെയും ചേർത്ത് എല്ലാ പ്രോസസ്സിലും എന്ത് കുറെ ഫാക്ടറുകളുണ്ട്. ഈ ഫാക്ടറുകൾ തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ഫാക്ടറുകൾ എന്താണ്, ഓരോ ഫാക്ടറിന് ചേഞ്ച് വരുമ്പോഴും എന്ത് ചെയ്യും, നമുക്ക് ഓരോ ഫാക്ടറിന് നമുക്ക് കൂട്ടി എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ വർക്കേഴ്സ് കൂടുതൽ നിന്ന് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് വേറെ ആയിരിക്കും. അതേ കണക്ക് തന്നെ മെഷീൻ കൂടുതൽ ഉപയോഗിച്ചാൽ അതിന്റെ മെഷീൻ കോസ്റ്റ് വേറെ ആയിരിക്കും. അതേസമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ലാൻഡ് നമുക്കുണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, അതിന് മെഷീൻ കോസ്റ്റ് ഉണ്ട്. ഇതിന് ഓരോന്നിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. ഇതെല്ലാം എന്താണ്, സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പൊ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എഴുതേണ്ടത്, പ്രൊഡക്ഷൻ, കൺസെപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നിർമ്മാണം, ഉപയോഗം, വിതരണം. നിർമ്മാണം, ഉപയോഗം, വിതരണം. അതാണ് പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റികൾ. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എക്കണോമിക്സിന്റെ തന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലംസ്.
ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിൽ നിന്ന് ചോദിച്ചാലും എന്താണ് പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലംസ് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലംസ് പ്രധാനമായും 3 എണ്ണമാണുള്ളത്. അൺലിമിറ്റഡ് വാണ്ട്സ്, മനുഷ്യന്റെ ആവശ്യകത അളവറ്റതാണ്. അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ അളവറ്റ ആവശ്യകത. മനുഷ്യന് എത്ര വസ്തുക്കൾ കിട്ടിയാലും മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി, അപ്പൊ അവരുടെ അളവറ്റ ആവശ്യകതയാണ് ഒന്നാമത്തെ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെങ്കിൽ സ്കേഴ്സ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് അപര്യാപ്തമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ഹാവിംഗ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഈ റിസോഴ്സസിനെ എന്ത് ചെയ്യാം, ഇതര മാർഗങ്ങളിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസോഴ്സസിനെ അല്ലെങ്കിൽ നമ്മളെ വസ്തുക്കളെ പലതരത്തിൽ നമുക്ക് ഉപയോഗിച്ച് വാണ്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ എക്കണോമിക് പ്രോബ്ലത്തിന്റെ തിയറി വെച്ച് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്കണോമിക്സ് ഈസ് ദ പാർട്ട് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്കേഴ്സ് റിസോഴ്സസ് ഓർ ലിമിറ്റഡ് റിസോഴ്സസ് ദാറ്റ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് ടു ഫുൾഫിൽ അൺലിമിറ്റഡ് വാണ്ട്സ്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പീപ്പിളിന്റെ അളവറ്റ ആവശ്യകത നമ്മൾ എന്ത് ചെയ്യണം, അപര്യാപ്തമായ റിസോഴ്സുകൾ കൊണ്ട് ഇതര മാർഗങ്ങളിലൂടെ നിറവേറ്റി നൽകണം. അതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് ഓർ സ്കേഴ്സ് റിസോഴ്സസ്, ലാസ്റ്റ് വൺ എന്ന് പറയുന്ന റിസോഴ്സസ് ദാറ്റ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം പറഞ്ഞു. സ്കേഴ്സിറ്റി റെഫേഴ്സ് ദാറ്റ്. എന്താണ് പറയുന്നത് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്, നമ്മുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ആവശ്യകതയ്ക്ക് അനുസരിച്ച് റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആണെങ്കിൽ, എന്താണ് കിട്ടുകയില്ല, റിലേഷൻ വിത്ത് ദ ഡിമാൻഡ് റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? സ്കേഴ്സിറ്റി എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് വസ്തുക്കൾ കിട്ടാത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വസ്തുക്കൾ അപര്യാപ്തമാണ്, ആവശ്യത്തിനനുസരിച്ച് വസ്തുക്കൾ ലഭിക്കുന്നില്ല എങ്കിൽ വസ്തുക്കൾ അപര്യാപ്തമാണെങ്കിൽ എന്തെന്ന് പറയാം? സ്കേഴ്സിറ്റി എന്ന് പറയാം. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച 4 പോയിന്റോടെ ഇതോടെ പഠിച്ചു വെക്കണം. സ്കേഴ്സിറ്റി, കൺസ്യൂമർ, പ്രൊഡ്യൂസർ, സർവീസ് പ്രൊവൈഡർ, സർവീസ് ഹോൾഡർ. അതിന്റെ കൂടെ ഇപ്പൊ സ്കേഴ്സിറ്റി എന്നൊരു പോയിന്റോടെ പഠിച്ചു വെക്കണം. എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ടോപ്പിക്കാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന എന്ത് ഫാക്ടിനെയും ന്യൂമറിക്കൽ വാല്യൂവിൽ കളക്ട് ചെയ്യുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കാം? ഡേറ്റ എന്ന് വിളിക്കാം. ന്യൂമറിക്കൽ വാല്യൂവിൽ കളക്ട് ചെയ്യുമ്പോൾ എന്ത് വിളിക്കാം? അതിനെ ഡേറ്റ എന്ന് വിളിക്കാം. ഫാക്ട്സ് ദാറ്റ് ആർ കളക്ടഡ് ഇൻ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് ഇസ് കാൾഡ് എക്കണോമിക് ഡേറ്റ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? എക്കണോമിക് ഡേറ്റ എന്ന് പറയുന്നതാണ് ഫാക്ട് ദാറ്റ് ആർ മെഷേർഡ് ആണ് കളക്ടഡ് ഇൻ ഫോം ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് കാൾഡ് എക്കണോമിക് ഡേറ്റ. ഈ ഡേറ്റയെ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ക്വാളിറ്റേറ്റീവ് ഡേറ്റ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദത്തങ്ങൾ എന്നാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്യാൻ ബി മെഷേർഡ് ഇൻ ദ ഫോം ഓഫ് ന്യൂമറിക്കൽ വാല്യൂ. എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമറിക്കലായി അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്പർ കൊണ്ട് അളന്നെടുക്കുവാൻ പറ്റുന്ന എന്താണ് അതിനെ എന്ത് പറയാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നും. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന ഡേറ്റ കനോട്ട് ബി മെഷേർഡ് ഇൻ ദ ഫോം ഓഫ് ന്യൂമറിക്കൽ വാല്യൂ. അന്ന് പറഞ്ഞായിരുന്നു ബ്യൂട്ടി, ഹോണസ്റ്റി, അതേ കണക്കിന് പേഴ്സണാലിറ്റി, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാക്കത്തില്ല, നമ്പർ കൊണ്ട്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിൽ പൊക്കം, വസ്തുക്കളുടെ എണ്ണം, ഡിമാൻഡ്, പ്രൈസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ ഒക്കുന്നതാണ്. അതിനെന്തെന്ന് വിളിക്കാം? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നും വിളിക്കാം. ഹൈറ്റ്, വെയിറ്റ്, അതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. മറ്റെന്താണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അടുത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മളെ ചാപ്റ്ററിലെ നമ്മളെ പാർട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. ആ സ്റ്റാറ്റിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം സ്റ്റാറ്റിക്സിന്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സിംഗുലാർ സെൻസ്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് സ്റ്റാറ്റിക് ഡിഫൈൻ ഇൻ സിംഗുലാർ സെൻസ് എന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിക് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഫസ്റ്റ് കളക്ടിങ്, ക്ലാസിഫൈയിങ്, പ്രസന്റേഷൻ, then എന്താണ്? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. കളക്ഷൻ നടത്തണം, ക്ലാസിഫൈ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അനാലിസിസ് നടത്തണം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. അപ്പൊ എന്താണ് സിംഗുലാർ സെൻസിൽ പറയുമ്പോൾ ഈ 4-5 കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. സ്റ്റാറ്റിക് ഇൻ സിംഗുലാർ സെൻസ് മീൻസ് എന്താണ്? കളക്ടിങ്, ക്ലാസിഫൈയിങ്, ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ.
അതേസമയം സ്റ്റാറ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസിലേക്ക് പോയി. പ്ലൂറൽ സെൻസിലേക്ക് പറയുമ്പോൾ എന്താണ്? അഗ്രിഗേറ്റ് ഓഫ് ന്യൂമറിക്കൽ ഫാക്ട്സ്. ന്യൂമറിക്കൽ ഫാക്ട്സിന്റെ എന്താണ്? ഒരു കൂട്ടം ന്യൂമറിക്കൽ ഫാക്ടുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്ന് പറയുന്ന സ്റ്റാറ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. സ്റ്റാറ്റിക്സിനെ എങ്ങനെ പറയുന്നത്? പ്ലൂറൽ സെൻസിലാക്കി പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസും സ്റ്റാറ്റിക്സ് ഇൻ സിംഗുലർ സെൻസും നമ്മൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഇത് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കണം നമ്മൾ, കാരണം നമ്മുടെ ടോപ്പിക് ഏതാണ്? സ്റ്റാറ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ്.